എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ടോ? അതുപോലെ എപ്പോഴും ഒരാൾ കൂടെ വേണം നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ഹായ്, എൻ്റെ പേര് നൗഷാന. മൈൻഡ് സൂം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത്. സ്വയം ഒന്നും ചെയ്യാൻ കഴിയാതെ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ഒരു ചെറിയ കാര്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അതായത് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിലോ അവരുടെ ജീവിതത്തിലോ അവരുടെ റിലേഷൻഷിപ്പിലോ വളരെയായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ അവരുടെ സെൽഫ് ഫങ്ഷൻസിലോ അല്ലെങ്കിൽ എക്സ്ട്രീം ഡിഫിക്കൽട്ടി വളരെയായിട്ട് അനുഭവപ്പെടും. അത് ഇപ്പോൾ ഒന്ന് ഡിസിഷൻ എടുക്കാനോ സ്വയം ഒന്ന് പുറത്ത് പോകാനോ അതുപോലെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനോ ഇപ്പം മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുകയും ചെയ്യും. അതിനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക. കൂടെയുള്ളൊരു പാർട്ട്ണറിന് എപ്പോഴും ഇതൊരു ഇമോഷണൽ ഡ്രിങ്കിങ് ആയിട്ട് തോന്നാം. അതായത് ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയാണിത്. ഇതിപ്പോൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഇവർക്ക് ഈ ഒരു ബന്ധം അതായത് തുടരുക തന്നെ ചെയ്യും. ഒരു സപ്പോർട്ട് വേണം. അതായത് അടിസ്ഥാന ഫിയർ നഷ്ടമാകുമെന്ന് ഭയം കൊണ്ട് ഇവർ ഈ ആ റിലേഷൻഷിപ്പ് തുടരുക തന്നെ ചെയ്യും. ടോക്സിക് ആണെങ്കിൽ ഇവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അൺഹെൽത്തി ആണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എപ്പോഴും അങ്ങനത്തെ ആളുകൾ മതി, പ്രശ്നമില്ല എന്നിങ്ങനെ തോന്നും. അതുപോലെ ഇങ്ങനെ ഉള്ള ആളുകൾക്ക്, അതായത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള പാനിക്, അങ്ങനെയുള്ള അസുഖങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒട്ടിച്ചേർന്ന ഒരു ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ആങ്സൈറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഒരാൾ കൂടെ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ കഴിയില്ല, അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരിക്കും ഇവർക്ക് മനസ്സിലുണ്ടാവുക. ഒരു ഹെൽത്തി ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുടെ എക്സ്ട്രീം ആയിരിക്കും. അതായത് തീരെ ഫങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ. ഇവർക്ക് എപ്പോഴും ഒരു പാർട്ട്ണർ കൂടെ വേണം, അല്ലെങ്കിൽ ഒരാൾ എപ്പോഴും ഇവർക്ക് കൂടെ വേണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കും. ഒരാൾ കൂടെ ഇല്ലാതെ ഇവർക്ക് ജീവിക്കാൻ കഴിയില്ല. എനിക്ക് ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ വേണം, ഡിപ്പെൻഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളായിരിക്കും ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. ഇനി ഞാൻ പറയുന്നത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുടെ ലക്ഷണങ്ങളാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്വയം ജീവിക്കേണ്ടി വരുമോ, അതായത് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയം തോന്നുക, അവർക്ക് വിഷമം തോന്നുക. ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട് ഇവർക്ക് വിഷമം തോന്നുക. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അതായത് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് നഷ്ടമായി കഴിഞ്ഞാൽ, ഒരാളോ അവരുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ മറ്റൊരു റിലേഷൻഷിപ്പ് തേടി പോവുക. അതുപോലെ ഇവർക്ക് സ്നേഹം, അതായത് സ്നേഹം കെയറും കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ നല്ലോണം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതായത് വേറൊരു വ്യക്തികളിൽ നിന്ന് ഇവർക്ക് നല്ല സ്നേഹം കെയറും കിട്ടണമെന്ന് ഇവർ അമിതമായിട്ട് ആഗ്രഹിച്ചു പോകും. പിന്നെ ഇവർക്ക് എതിർപ്പ് പറയാൻ പേടിയായിരിക്കും. ഇവർ എതിർപ്പ് പറയില്ല. എതിർപ്പ് പറഞ്ഞാൽ അവർക്ക് ഭയം തോന്നുമായിരിക്കും പറയാൻ. അതുപോലെ തനിച്ചായാൽ ഇവർക്ക് അസ്വസ്ഥത, ഭയം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതൊക്കെ ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഒരു ആങ്സൈറ്റി, അതുപോലെ ഡിപ്രഷൻ, അങ്ങനെയുള്ള രോഗങ്ങൾ ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഇവർക്ക് സ്വയം തീരുമാനം എടുക്കാൻ കഴിയില്ല. എപ്പോഴും ഒരാളുടെ സഹായം വേണം, എന്നാൽ മാത്രമേ ഇവരൊരു തീരുമാനം എടുക്കുള്ളൂ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കുള്ളത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കുള്ള പരിഹാരങ്ങളാണ്. എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഏറെക്കുറെ ആളുകളിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് മാത്രമേ എല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഇതിനെന്താണ് പരിഹാരം, ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്ക് മനസ്സിലേക്ക് ഉണ്ടാവുക. അപ്പോൾ എന്താണ് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്കുള്ള പരിഹാരങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാസ്ത്ര ചികിത്സ, അതായത് സൈക്കോ തെറാപ്പി, CBT തെറാപ്പി, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഡിപ്പെൻഡിൽ നിന്ന് ഇവർക്ക് ഒന്ന് കുറച്ച് അകലം പാലിക്കാൻ കഴിയും.
രണ്ടാമത്തെ ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാതെ എപ്പോഴും സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മവിശ്വാസം വളർത്തുക. നമുക്കൊരു ആത്മവിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കൊരു വിശ്വാസം വേണം. നമ്മളെ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. വേറുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് മാത്രം അത് ചെയ്യരുത്. നമുക്കൊരു ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഭിപ്രായങ്ങൾ പറയുക. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ പറയുക. വേറുള്ളവരുടെ അഭിപ്രായം കേട്ട് അതിന് പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അത് നമ്മൾ പറയുക. അത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ, പറയാനുള്ളത് നമ്മൾ പറയുക. നമ്മുടെ അഭിപ്രായം എന്താണോ അത് പറയുക. ചെറിയ കാര്യങ്ങളിൽ പോലും സ്വയം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ചെറുതിൽ നിന്ന് തുടങ്ങാം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലെ ചെറിയ കാര്യങ്ങളിൽ നിന്നും നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. സ്വയം കാര്യങ്ങൾ ചെയ്യുക. വലുതാണെങ്കിൽ പോലും അത് നമുക്ക് യോജിച്ചതാണെന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക. അതുപോലെ വേറൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരോട്, അതായത് നമുക്ക് അത്രയും വിശ്വാസമുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുക. നമുക്ക് ഓപ്പൺ ആയിട്ട് ആരോടാണ് പറയാൻ തോന്നുന്നത് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുക.